എല്ലാവർക്കും CPX ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് സിനിമ എന്ന ഈ കുറച്ചിട എടുക്കുകയാണെങ്കിൽ അതിനകത്തൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു കൂട്ടം ആർട്ടിസ്റ്റുകളാണ് ഷൈൻ ടോം ചാക്കോ, മെറീന മൈക്കിൾ, ഗ്രേസ് ആൻ്റണി. വെൽക്കം ടു ദ ഷോ. എനിക്ക് തോന്നുന്നു ഷൈൻ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, പറഞ്ഞ തുടക്കത്തിൽ തുടങ്ങുവാണെങ്കിൽ, പണ്ട് സിനിമ ആഗ്രഹിച്ചൊരു ആൾ വണ്ടി കയറുന്നു. +2 കഴിഞ്ഞ് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി കയറുന്നു. അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ ഇതിൻ്റെ തന്നെ ഡയറക്ടറായ കമൽ സാറിനോട് പറയുന്നു, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അസിസ്റ്റൻ്റ് ആകണം. സാറ് പോലും അറിയാതെ സാറിൻ്റെ പടത്തിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ വന്നുവിട്ട ആൾ ഇന്ന് 22 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയിൽ നായകനായിരുന്നു. അത് ഷൈൻ ടോം ചാക്കോ എന്ന ആളുടെ 100ാമത്തെ ചിത്രമായി മാറുന്നു. എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ട്? ഈ ഒരു അച്ചീവ്മെന്റ് തന്നെ ആയിരിക്കും. എനിക്ക് എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറിയത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് മനസ്സിലാവണുള്ളൂ. അപ്പൊ എനിക്ക് എക്സൈറ്റ്മെന്റ് നേരത്തെ കഴിഞ്ഞതാ. ഈ വണ്ടി കയറുമ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, എറണാകുളത്തേക്ക് വരുമ്പോൾ തന്നെ ആ സിനിമാ ലോകത്തിലേക്ക് വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ അത്രയും എക്സൈറ്റ്മെന്റ് ഇല്ല ഇപ്പൊ എനിക്ക് പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. പിന്നെ നമുക്കത് എക്സൈറ്റ്മെന്റ് അല്ല, പിന്നെ നമുക്കത് നമ്മുടെ ജീവിതചര്യ അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്, ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അത് അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നില്ല ഒരിക്കലും. അത് എത്ര ചെയ്താലും അച്ചീവ്മെന്റ് ആയിട്ട് തോന്നില്ല, അത് എത്ര ചെയ്താലും മതിയാവൂല. ഉറപ്പായിട്ടും. എന്നാലും ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് എന്ന രീതിയിൽ നമ്മൾ ഒരാളെ, നമ്മുടെ ഗുരുവാണ് അദ്ദേഹത്തിന്, നമ്മൾ ഗദ്ദാമയിലൂടെ അദ്ദേഹം നമുക്ക് ഒരു ബ്രേക്ക് തരുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആക്ടർ എന്ന രീതിയിലും ആസ് എ പേഴ്സൺ എന്ന രീതിയിലും ഷൈൻ ടോം ചാക്കോ എന്ന ആക്ടർ ഒരുപാട് മാറിയിട്ടുണ്ടാവുമല്ലോ. അതിനു മുന്നേ ക്യാരക്ടേഴ്സ് ഇടയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിന്റെ ഒരു എങ്ങനെയാണ് ഒരു മൂവി ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ഇത് നമുക്കറിയാം. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാറിൻ്റെ ലൊക്കേഷനിൽ അഭിനയിക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ കംഫർട്ടാണ്, പക്ഷെ ഒരു ചമ്മലും ഉണ്ടായിരുന്നു തുടങ്ങുന്ന സമയത്ത്. പിന്നെ അത് ഓക്കെ. ആദ്യത്തെ പടത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആദ്യത്തെ പടത്തിൽ ഒരു ക്യാരക്ടറാണല്ലോ ചെയ്തത്. പിന്നീട് നമ്മൾ മെയിൻ കഥാപാത്രമായിട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷെ ബാക്കി അന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ അധികം ഇല്ലാത്തത് കാരണം നമുക്ക് പ്രശ്നമില്ല. സാർ മാത്രമേ ഉള്ളൂ. അവരുടെ മുന്നിൽ നിന്ന് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പാഷിക്കിൻ്റെ ലൊക്കേഷനിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂട്ടുകാരാണ് എന്നതിലുപരി കൂടെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണല്ലോ. അപ്പം നടനായിട്ട് ചെയ്യും പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ചമ്മൽ വരും. കാരണം നമ്മൾ ക്രൂ ആയിട്ട് നിന്നിട്ടുള്ള ആളുകളാണ്. ക്രൂ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആക്ടേഴ്സിന് നമ്മൾ ചില സമയത്ത് ടീസിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാവും. ക്രൂസിന് എപ്പോഴും മെയിനായിട്ട് ഈ ആക്ടേഴ്സ് എന്ന് പറയുന്നതിനോട് ബഹുമാനം, ആരോട് ബഹുമാനക്കുറവില്ല, എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് ഇവര് സമയം വിളിക്കുകയും സംസാരിക്കുകയും ചാൻസ് വഹിക്കുകയും ചെയ്ത കാരണം നമ്മൾ മാക്സിമം അവോയ്ഡ് ആയിട്ട് നടക്കും. പക്ഷെ നമ്മളും അത് ആവാനായിരുന്നു നടന്നതെന്ന് പറയുമ്പോൾ ഒരു ചമ്മലുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ചമ്മലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കമൽ സാറിൻ്റെ അടുത്ത് വളരെ ചെറുപ്പത്തിൽ അഭിനയിക്കേണ്ട കാര്യം സൂചിപ്പിച്ചിരുന്നെങ്കിലും +2 സമയത്ത് ഞാനത് സൂചിപ്പിച്ചില്ല. കാരണം അഭിനയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, നമ്മുടെ രൂപമായിട്ട് യാതൊരു സാദൃശ്യവും അല്ലെങ്കിൽ അത് മാച്ച് ആവുന്നില്ല എന്ന് തോന്നി ലൊക്കേഷനിൽ ചെന്നപ്പോൾ. പിന്നെ അതത്ര ഈസി അല്ല എന്ന് മനസ്സിലായി. പെട്ടെന്ന് ഒരാൾക്ക് കയറി വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ. അതിനുള്ള അവസരങ്ങളും ഇല്ല, അത് അവനെ കൊണ്ട് പറ്റൂല. കാരണം അവന് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ആകെ ഒരു അന്തളപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം ചോദിച്ചത്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇതെന്താ സംഭവം എന്ന് അറിയണം. അറിഞ്ഞ് ഈ സ്ഥലവുമായി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് ഞാൻ പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായി നിൽക്കാമെന്ന് ആലോചിച്ചത്. സാറിനോട് അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പുറത്ത് ഗ്രേസിനെ പരിഗണിക്കുകയാണെങ്കിൽ, ഗ്രേസ് ആ സിനിമ എന്ന മോഹം ഉള്ളിലുള്ളപ്പോൾ തന്നെ ഞാൻ ഇത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ളതാണ്, എൻ്റെ ഇത്തരം ഇൻ്റർവ്യൂകൾ വരാനുള്ളതാണ്, അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമെന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. സോ അതൊരു കോൺഫിഡൻസ് ആണ്, പലർക്കും ഇല്ലാത്തതും വേണ്ടതുമായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ഇത്ര നാൾ കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേജിലായിരിക്കും എന്നുള്ളൊരു ദീർഘവീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു ട്രാവൽ എത്രത്തോളം ഹാപ്പിയാണ് ഇപ്പോൾ? ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ട്രാവലിലാണ്, എവിടെയും ഭയങ്കരമായിട്ട് എത്തി എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും
ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇവിടം വരെയൊക്കെ എത്തിയില്ലേ? കാരണം അറിയാലോ, ഓരോ ദിവസവും സിനിമ ആഗ്രഹിച്ച് സിനിമ മേഖലയിലേക്ക് വരുന്ന എത്രയോ ആളുകളുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എത്രയോ പേരുടെ സ്വപ്നങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അത് മുന്നോട്ട് നാളെ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി ചുമ്മാ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. പണ്ടൊക്കെ ഇപ്പൊ ചെയ്യാറൊന്നുമില്ല, പണ്ടൊക്കെ ചെയ്തു. പക്ഷെ ചെയ്തൊക്കെയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക. അന്ന് അങ്ങനെ അഭിനയിച്ചൊക്കെ നോക്കിയാണ് ഇപ്പൊ നടക്കുന്നത്. അത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു സാധനമായിട്ട് ഇങ്ങനെ വന്ന് അടിക്കാറുണ്ട്. എന്നങ്ങനെ മീൻ ലൈക്ക് ലിറ്ററലി ഇങ്ങനെ ചീപ്പ് കൊണ്ടൊക്കെ വന്നിട്ടാ ചീപ്പൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ മൈക്കിട്ട് ഹലോ ഞാൻ ക്രേസി എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. പൗഡറിന്റെ ടിന്നൊക്കെ എടുത്ത് പിടിച്ചിട്ട് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് നമ്മളൊരു പോയിന്റ് കാണുമല്ലോ, അത് എവിടെ വരെ ചിന്തിച്ചിട്ടുണ്ടാവും? ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യണൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. വേറെ അതെങ്കിലും നടക്കട്ടെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഓസ്കാർ കിട്ടണമെന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ? ഉറപ്പായിട്ടും കിട്ടട്ടെ. മെറീന, എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻസിയാണ് ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ഒരു മെയിൻ ഘടകം. നമ്മൾ നോക്കുവാണെങ്കിൽ 2014 ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്തൊരു ജേർണിയാണെന്ന് തോന്നുന്നു. അത് ഇവിടെ വരെ എത്തി നിൽക്കുമ്പോഴും സിനിമകളുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി മെറീനയെ അറിയാവുന്ന എബി എന്ന സിനിമയാണ് എനിക്ക് കൂടുതൽ അടുപ്പിച്ചത്. അല്ലെങ്കിൽ ഹാപ്പി വെഡ്ഡിങ് ഉണ്ട്, രണ്ടുപേരുടെ കോമ്പിനേഷനിൽ വന്ന സിനിമയാണ്. സോ നിങ്ങളുടെ ഒരു യാത്ര എങ്ങനെയാണ് സിനിമയിലൊക്കെ ഉള്ളത്? കോഴിക്കോട്ട് നിന്ന് വണ്ടി കയറി അതിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സെറ്റിൽ ഞാൻ ധ്യാനിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത്. അപ്പം ധ്യാന എല്ലാവർക്കും അറിയാം, ഭയങ്കരമായിട്ട് സെൽഫ് ട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ധ്യാനിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് സംസാരിക്കണല്ലോ. അപ്പൊ ഞാൻ ധ്യാനോട് പറയട്ടോ, ഞാൻ തന്നെ ചേട്ടന്റെ കൂടെ പടം ചെയ്തിട്ടുണ്ട്, AB ചെയ്ത് തുടങ്ങിയാന്ന്. അപ്പൊ ധ്യാനിന്റെ അടുത്ത് എന്നിട്ട് നിനക്ക് എന്ത് പറ്റിയെന്ന് അപ്പൊ ഞാൻ ചേട്ടൻ ഇപ്പൊ നിനക്ക് എന്ത് പറ്റിയെന്ന് വെച്ചു. അപ്പൊ അതുപോലെ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഓരോ ആൾക്കാർക്കും ഓരോ പെർസ്പെക്റ്റീവും ഓരോ ടൈപ്പ് ഓഫ് വർക്കിംഗ് ആണല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും നടന്മാരെന്ന് പറയുമ്പോ മുരളി ചേട്ടൻ അല്ലെങ്കിൽ ജഗതി, അവരുടെയൊക്കെ വർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ അവരുടെ ഇപ്പം ജഗതി സാറിന്റെ ഒക്കെ ഇന്റർവ്യൂസ്, എനിക്കിങ്ങനെ ഇഷ്ടമുള്ള ആളുകളുടെ ഇന്റർവ്യൂസ് ഞാൻ കാണും. അപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, സിനിമയിൽ വർക്ക് ചെയ്ത് പോവാന്ന് പറയുന്നതിന് ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ. കാരണം നമുക്ക് വർക്ക് ഇല്ലാണ്ട് ഇരിക്കുന്നതാണല്ലോ കുറച്ചും കൂടെ ഡിപ്രസിങ്. അപ്പോൾ വർക്ക് ചെയ്ത് പോകാന്നുള്ളതാണ്, നമുക്ക് എന്ത് റോൾ കിട്ടിയാലും ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഞാൻ ഒരിക്കലും ഹീറോയിൻ മാത്രമാവും എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളല്ല. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ റോളുകളും ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്ത സിനിമകളിൽ ചെയ്തു അങ്ങനെ വരുന്ന വർക്കുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റിജക്ഷനോ അല്ലെങ്കിൽ അത്രയും ചോയ്സസോ എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ ചില സിനിമകൾ വിജയമാകുമ്പോൾ അതിന്റെ ഭാഗം, ഇപ്പൊ ഹാപ്പി വെഡിങ്ങിലൊന്നും ഞാൻ ലീഡല്ല അല്ലെ, പക്ഷെ അതിലുള്ള സീനാണെന്നുണ്ടെങ്കിൽ ഹീറോയിന്റെ ഫ്രണ്ടാ. ബട്ട് ദെൻ ആ സീൻ ക്ലിക്ക് ആയതുകൊണ്ട് കുറെ പേര് അറിഞ്ഞു. ബട്ട് എബിലിയൻ ത്രൂ ഔട്ട് ഹീറോയിൻ ആണ്. പക്ഷെ അതിന്റെ കാര്യമായിട്ട് പ്രൊമോഷൻസിലൊന്നും ഞാനില്ല. ദാറ്റ് ഫിലിം വാസ് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ വിനീത് ശ്രീനിവാസൻ. അപ്പൊ അതെനിക്ക് സത്യം പറഞ്ഞാൽ പ്രൊമോഷൻ വൈസ് എനിക്ക് ഗുണം ചെയ്തിട്ടില്ല. സോ ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും സിനിമകൾ ഹിറ്റ് ആവുന്നതിലും നമ്മൾ ഹിറ്റ് ആവണമെങ്കിൽ പ്രൊമോഷൻ PR വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് കൺസിസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഗോഡ്സ് ഗ്രേസ് എന്ന് പറഞ്ഞ ഗ്രേസ് ആന്റണി. സോ നമുക്ക് വിവേകാനന്ദത്തിലേക്ക് വരുവാണെങ്കിൽ, വിവേകാനന്ദന് വൈറലാണ്. ലൈറ്ററാണോ കുട്ടിക്ക് വയ്യടോ? പനിയാ? കഷായം? സോ നമ്മുടെ സിനിമയും ടീച്ചർ കണ്ടതിൽ വെച്ച് ഒരു ഒരു മെയിൽ ഓറിയന്റഡ് ആയിട്ട് പോയി എന്ന് തോന്നിയൊരു സിനിമയാണ്. എത്തരത്തിലുള്ള ഒരു സിനിമയാണ് വിവേകാനന്ദ? ആവുമ്പോൾ സ്ത്രീ ഓറിയന്റഡ് ആയിരിക്കുമല്ലോ ചുറ്റും. ഉറപ്പായിട്ടും. മെയിലിന് മാത്രമായിട്ടൊരു കഥ പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, മെയിലിന്റെ കഥ സ്ത്രീയുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പൊ അത് ഒരേപോലെ തുല്യമായിട്ടുള്ളതായിരിക്കും എന്തായാലും കഥ. ഇത് എത്തരത്തിലുള്ള ഒരു പടമാണോ? ഒരു റൊമാൻറ്റിക് കോമഡി ആണോ അതോ ഫാമിലി എന്റർടൈനർ? ഇത് അങ്ങനെ കോമഡി ചിത്രമല്ല. ഇതിൽ ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ചിരി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. ചിരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യാത്തൊരു വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് ചിത്രത്തിൽ. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളും അവരെ തമ്മിലുള്ള അടുപ്പങ്ങളും പരിചയങ്ങളും സ്ത്രീയും പുരുഷനും എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതും പെരുമാറുന്നതും ഒക്കെ.
എനിക്കൊന്ന് കമൽ സാറിൻ്റെ ചിത്രങ്ങൾ നോക്കുവാണെങ്കിലും സാറ് ഒരു ക്ലാസിക് ഡയറക്ടറാണ്. അദ്ദേഹം ഒരു ട്രെൻഡിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് വെക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ 20-ാം നൂറ്റാണ്ടിൽ ഇപ്പം സിറ്റുവേഷനിൽ ഈ ഒരു എന്താ പറയാ, ഈ ഒരു സിറ്റുവേഷൻ ആണല്ലോടാ, ഈ ഒരു കാലഘട്ടം, ഈ ഒരു കാലഘട്ടത്തിൽ അത് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും പറയേണ്ട ഒരു സബ്ജക്റ്റ് ഈ കാലഘട്ടത്തിലെങ്കിൽ ഇനി അത് പറയണം. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പൊ എല്ലാരും ഓരോരോ കാര്യങ്ങളല്ലേ, പൊളിറ്റിക്കലിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം കൂടെ ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. പൊളിറ്റിക്കലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ഇത് ആരോടും പറഞ്ഞു കൊടുക്കാത്തതും ചർച്ച ചെയ്യാത്തതും ഇവിടെ ശബ്ദം കേൾക്കാത്തതുമായ സ്ത്രീ പുരുഷ ബന്ധം, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു അതൊരു ഐഡിയ കിട്ടുന്നില്ല ടീച്ചറിന്ന്. ഉറപ്പായിട്ടും ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ റിലേഷൻസ് കാണിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഒരുപാട് പെൺകുട്ടികളുമായി റിലേഷനുള്ള ഒരാണിനെ കുറിച്ച് ഭയങ്കര മതിപ്പായ ഒരു ഇമേജ് ആയിരുന്നല്ലോ നമ്മുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത്, അല്ലേ? പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് വളരെ മോശമായ ഇമേജാണ്. അപ്പോൾ ഒരു പ്രവൃത്തി തന്നെ സ്ത്രീയെ മോശക്കാരിയാക്കുന്നതും പുരുഷനെ കേമക്കാരനാക്കുന്നതും എന്തുകൊണ്ടാണ്? അത് ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടോ, അത് ശരിയാണ്. അതെന്താ അങ്ങനെ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അത് ചർച്ച ചെയ്യേണ്ടതാണ്. പിന്നെ എല്ലാ സ്ത്രീ പുരുഷ ബന്ധങ്ങളും സംതൃപ്തിയിലേക്ക് എത്തുന്നുണ്ടോ, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, എല്ലാ ദമ്പതികളും സംതൃപ്തിയിലാണോ ജീവിക്കുന്നത്, സന്തോഷത്തിലാണോ ജീവിക്കുന്നത് എന്നുള്ളത് പുറത്ത് കാണുന്നതല്ല. അതിനെ ശാരീരികമായും മാനസികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നില്ല. എന്തൊക്കെയാണ് അവർക്ക് സംഭവിക്കുന്നത്, ഇവർ തമ്മിലുള്ള സെക്ഷൽ ലൈഫ് നല്ലതാണോ മോശമാണോ, ഇവർക്ക് താല്പര്യമുള്ളതാണോ താല്പര്യമില്ലാത്തതാണോ ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. വിവാഹത്തിൻ്റെ സമയത്ത് പോലും ഇവരുടെ സെക്ഷൽ താല്പര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ചോദിക്കുകയോ ചെയ്യുന്നില്ല. സ്ത്രീയോട് പുരുഷന് ഇഷ്ടമാണോ, പുരുഷനോട് സ്ത്രീയെ ഇഷ്ടമാണോ എന്നെങ്കിലും ചോദിക്കുന്നുണ്ടോ? അല്ലേ? നീ നിന്റെ ഭാര്യയെ സ്വീകരിക്കണം, ഭർത്താവായി സ്വീകരിക്കണം എന്നല്ലോ. നിനക്ക് സ്ത്രീയെ താല്പര്യപ്പെടുന്നവനാണോ പുരുഷനെ താല്പര്യപ്പെടുന്നവനാണോ എന്നെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനത്തെ ആൾക്കാരും കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ലേ? ഒരുപാട് കാലത്തിന് ശേഷമല്ലേ ഇവർ തമ്മിൽ അന്യമായി ബന്ധപ്പെടുന്നില്ല എന്നും ഇവർ തമ്മിൽ പിരിയുകയും ചെയ്യുന്നത്. അതപ്പം പറയാൻ പോലും പറ്റുന്നില്ല ഈ പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും. അവരെ മാതാപിതാക്കളുടെ അടുത്ത് പോലും മാതാപിതാക്കൾ നോക്കുന്നത് അവൻ്റെ പറമ്പും ഇവളുടെ സൗന്ദര്യമൊക്കെ അല്ലേ. നമ്മൾ വർണ്ണവിവേചനം ഇല്ലെങ്കിലും വെളുത്ത ക്രിസ്ത്യൻ യുവതിക്കേ നല്ലതാണ്. പിന്നെ നമ്മൾ അമേരിക്കക്കാരെയും കുറ്റപ്പെടുന്ന എന്താ കാര്യം? മാറി വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു കൊച്ചു ജനിച്ച കൊച്ചു വെളുത്താണോടി എന്നല്ല ചോദിക്കണം. അതെ, ഇപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടീച്ചറിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റ് എനിക്ക് കോട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം വന്നൊരു കമൻറ്റാണ്, അതായത് ഇത് ഇനിയിപ്പോൾ മലയാളികൾക്ക് സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട അവസ്ഥ ഉണ്ടാകുമല്ലോ ഇത്തരം സിനിമകൾ ഇറങ്ങിയാൽ, അത്തരത്തിലൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്കായിട്ട് ഒത്തിരി ബന്ധപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം ഇപ്പോഴും കുടുംബമായി പോയി കാണാൻ പറ്റുന്ന സിനിമകളല്ലല്ലോ ഇനി മലയാളത്തിൽ ഇറങ്ങുന്നത്. കുടുംബത്തിലുള്ള കഥകളല്ലേ അത്തരത്തിലൊരു ടോക്ക്, അതിനകത്തൊരു ചെറിയ സീൻ കുടുംബമായിട്ട് കാണേണ്ട പടങ്ങളാണിത്. അല്ലാതെ വരുമ്പോൾ കുട്ടികളെ കാണിക്കാതെയും കണ്ണുകൊത്തി ഇരുന്നിട്ടും കുട്ടികളെ കേൾപ്പിക്കാതെയും കുട്ടികൾ കാണാതെയും ഒളിപ്പിച്ചു കൊണ്ടുവരേണ്ട സ്റ്റേ ഫ്രീ കാലം കഴിഞ്ഞു അല്ലേ? അതുകൊണ്ടാണ് കുട്ടികൾ കാണാതെ ബ്രാ ഇളക്കിയിടുക, ഹെഡി ഇളക്കിയിടുക. അപ്പം ഇതൊക്കെ ഇവനിൽ ആകാംക്ഷ വളരെയധികം ഉണ്ടാക്കുകയും അവൻ ഒളിഞ്ഞു നോക്കാനും അത് ഒളിച്ച് കട്ടെടുക്കാനും ഒക്കെ ശ്രമിക്കും ഇല്ലേ? ഒളിപ്പിച്ച് വയ്ക്കുന്നതിനല്ലേ കട്ടെടുക്കുക. അപ്പം അങ്ങനെ ഇനിയും ചെയ്യിപ്പിക്കണ വേണ്ടല്ലോ. എന്തായാലും ഇവന് അറിയേണ്ട കാര്യങ്ങളല്ലേ, അറിയേണ്ടാത്ത കാര്യങ്ങളല്ലല്ലോ. അപ്പം ഇത് പിള്ളേരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇത് പാപമാണോ, ഇത് നല്ലതാണോ, ഇതപ്പോൾ കട്ടെടുക്കേണ്ടതാണോ, നേരിട്ട് എടുക്കേണ്ടതാണോ, ചോദിച്ചെടുക്കേണ്ടതാണോ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ? അപ്പം ആദ്യം മുതലേ ലൈംഗികത വളരെ പാപപ്പെട്ട ഒരു കാര്യമാണെന്നും അതും ആരും അറിയാതെ എടുക്കേണ്ടതാണെന്നും ചെയ്യേണ്ടതാണെന്നുള്ളൊരു തോന്നലുണ്ടായത് കൊണ്ടല്ലേ നമ്മൾ ആരുമില്ലാത്ത സമയത്ത് കണ്ണിനെ കയറി പിടിക്കുന്നതും അല്ലേ? എന്തുകൊണ്ട് ആളുകളുടെ മുന്നിൽ വെച്ചൊരു പെണ്ണിനെ ടച്ച് ചെയ്യാത്തത്, പെണ്ണ് ടച്ച് ചെയ്യുമ്പോൾ പെണ്ണ് മോശക്കാരിയാവുന്നത്? അപ്പോൾ എഡ്യൂക്കേഷൻ ഇനിയും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കമൻറ്റ് ഇടുന്നവനെ എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഈ കുട്ടികളുടെ കാല് കാണുമ്പോഴേക്കും അല്ലെങ്കിൽ നെഞ്ച് കാണുമ്പോഴേക്കും അവളെ മോശപ്പെട്ട് പറയുകയും ഈ നെഞ്ചിൽ കിടന്നിട്ടല്ലേ അവൻ കുടിച്ച് വളരണേ. അപ്പോൾ അതെങ്ങനെ മോശപ്പെട്ട സാധനമാണ് കുറച്ച് കഴിയുമ്പോൾ? നമ്മൾ ജനിച്ച് വളർന്ന സാധനത്തിനെയല്ലേ ഇവർ
അങ്ങനെ വിളിക്കണത് തെറിയിലൂടെ അല്ലേ? അപ്പോൾ അതെങ്ങനെ മോശപ്പെട്ട സാധനമാണ്? ഏറ്റവും പവിത്രമായതും നല്ലതായ സ്ഥലങ്ങളല്ലേ ഇതെല്ലാം. ഏറ്റവും പവിത്രമായ പ്രവൃത്തിയല്ലേ ലൈംഗികത. അത് ആളുകൾ വട്ടളഞ്ഞ് കൂടി പിടിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഈ വലിയ വാച്ചും വലിയ കോട്ടും വലിയ സ്ഥാനം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ഒരാളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് കൈ കൊണ്ട് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് പലരും കണ്ണുകൊണ്ടും പേനുകൊണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടറെ പറ്റി ഒന്ന് പറയാമോ ഗ്രേസ്? എൻ്റെ ക്യാരക്ടർ പേര് ഡയാന എന്നാണ്. ശരി. ഈ സിനിമയിൽ പറഞ്ഞ പോലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിനും മറീനയുടെ ക്യാരക്ടറിനും സ്വാസിക ചെയ്യുന്ന ക്യാരക്ടറിനും ബാക്കി എല്ലാ ക്യാരക്ടറിനും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക സ്പേസ് ഉള്ള കഥാപാത്രമാണ്. ഒരു സിനിമയാണ് എന്ന് വെച്ചാൽ ഇവർക്ക് സ്പേസ് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഇതിൽ ഈ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ എങ്ങനെ എൻ്റെ ക്യാരക്ടറും മറീനയുടെ ക്യാരക്ടറും സ്വാസികയുടെ ക്യാരക്ടറുമായിട്ട് എങ്ങനെ ഇത് ലിങ്ക് ആവുന്നു എന്നുള്ളത് അതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ഘടകമാണ് അച്യുതണ്ടാണ് വിവേകാനന്ദൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ ഇതില് ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ ബാക്കി ആരും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ ക്യാരക്ടർ പറയണമെങ്കിൽ ഞാൻ ഇവരുടെ ക്യാരക്ടർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട വരും. അല്ല, എന്റേത് ബേസിക്കലി പറയാൻ എന്റെ ക്യാരക്ടറിന്റെ പേര് ഐഷു എന്നാണ്. ഞാൻ ഗ്രേസിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മെയിനായിട്ട് ചെയ്യണത്. ഈ പറഞ്ഞ പോലെ വിവേകാനന്ദനായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട്. അത് റിലേഷൻഷിപ്പ് രീതിയിൽ അല്ല, പക്ഷെ എന്നാലും ഒരുപാട് റിവീൽ നമുക്ക് പറയാനും പറ്റില്ല. അപ്പം പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പം ഷൈൻ പറഞ്ഞു. അപ്പം അതിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ യൂത്തിലുള്ള റിലേഷൻഷിപ്പിൽ ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതായത് ഒരാൾ നമ്മൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്താലും നമുക്ക് ട്രോമറ്റൈസ്ഡ് ആണെങ്കിലും നമുക്ക് അവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവും. എന്ത് ചെയ്താലും ഈ വൃത്തിയായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അങ്ങനത്തെ ഒക്കെ കുറെ ടോപ്പിക്സ് പറഞ്ഞു പോകുന്നൊരു ഇതാണ്. പിന്നെ കുറച്ചുകൂടെ സാറിന്റെ സ്പെഷ്യാലിറ്റി അറിയാമല്ലോ, ലൈക്ക് ട്രെൻഡിനനുസരിച്ച് സിനിമ ചെയ്യുന്ന ആളാണ്. അപ്പം ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് വ്ളോഗിങ്ങും യൂട്യൂബും അതും ഇതൊക്കെയാണ്. അപ്പൊ അതിലൊക്കെ കുറച്ച് പോസ്റ്റിൽ തന്നെ കണ്ടറിയാലോ, അതെ അതെ, ഒരു ക്യാമറയൊക്കെ ആയിട്ട് കുറച്ച് അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ.